പ്രാരംഭിക്കാം. ഫലനൗദ്ഗുണിച്ചു ഫലവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു വിദുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ പഠിതാക്കൾക്ക് ഉന്നതമായ ഗുണം. പഞ്ചമസ്കന്ധം 18 6 അല്ലേ എടുക്കണ്ടേ? അതെ സാർ. അതെ. പഞ്ചമസ്കന്ധം അധ്യായം 18 ശ്ലോകം 6. അധ്യായം 18 ശ്ലോകം 6. വേദൻ യുഗന്തേ തമഫാതിരഫ്കൃതൻ രഫാതലാദ്യോ ഋതുരംഗ വിഗ്രഹം പ്രത്യാദതേ വൈ കവയോഭിയാചതേ സ്മൈ നമസ്തേ. ഇവിടെ ഹയഗ്രീവൻ എന്ന ഒരു ദേവനെ സ്തുതിക്കുകയാണ് ചെയ്യുക. ഭദ്രസ്രവസ്സുകൾ ഭദ്രാശ്വർഷത്തിലെ ഭദ്രസ്രവസ് എന്ന പേരോടുകൂടിയ ധർമ്മപുത്രനും അദ്ദേഹത്തിന്റെ കുലത്തിലുള്ള മുഖ്യന്മാരും ചേർന്ന് ഭഗവത് സ്വരൂപമായ ശ്രീ വൈകുണ്ഠമൂർത്തിയുടെ ഹയഗ്രീവൻ എന്നു പേരുള്ള ഒരു സ്വരൂപത്തെ ധ്യാനിച്ചുകൊണ്ട് സ്തുതിക്കുകയാണ്. ഇവിടെ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. അതിന്റെ ബാക്കി ഇതിലാണ് ഹയഗ്രീവ സ്വരൂപത്തെ കുറിച്ച് ശരിക്കും പറയുക. വേദങ്ങളെ യുഗാന്തത്തിൽ യുഗാന്തേ വേദാൻ തമഫാ തിരസ്കൃതാൻ ഇരുട്ടുകൊണ്ട് മറയ്ക്കപ്പെട്ടു. തമഫിനാൽ എന്നുള്ളതിനെ ആ തമോവൃത്തിയുള്ള അസുരനാൽ എന്നൊരർത്ഥത്തിലേക്ക് പോയാലും കുഴപ്പമില്ല. തമഫ തിരസ്കൃതാൻ തിരസ്കരിക്കപ്പെട്ടവരായ വേദങ്ങളെ രഫാതലാത് പാതാളത്തിൽ നിന്നും യോ ആരാണോ നൃ തുരംഗ വിഗ്രഹ പകുതി മനുഷ്യനും ബാക്കി കുതിരയും, അതാണ് ഹയഗ്രീവം എന്ന്. ഹയെന്ന് വെച്ചാൽ കുതിരയാണ്. കഴുത്തു മുതൽ കുതിരയുടെ സ്വരൂപമാണ്. ബാക്കി മനുഷ്യന്റെയും നരസിംഹാവതാരം പോലെ തന്നെ. തുരംഗ വിഗ്രഹ ആയിട്ട് പ്രത്യാദതയെ തിരിച്ചു കൊണ്ടുവന്നു. വൈ തീർച്ചയായിട്ടും കവയെ അഭിയാചതേ യാചിക്കപ്പെട്ട പ്രാർത്ഥിക്കപ്പെട്ട കവിക്കായി കണ്ട. ഇവിടെ കവി ബ്രഹ്മാവാണ്. വേദങ്ങൾ നഷ്ടപ്പെട്ടു പോയതിൽ ഭഗവാനോട് പ്രാർത്ഥിച്ചിരുന്ന ബ്രഹ്മദേവന്റെ മുമ്പിൽ നഷ്ടപ്പെട്ടു പോയ വേദം ഹയഗ്രീവമൂർത്തിയായി അവതരിച്ച് അങ്ങ് വീണ്ടെടുത്തു. തസ്മൈ നമസ്തേ. അങ്ങനെയുള്ള അങ്ങേക്കായിക്കൊണ്ട് നമസ്കാരം. അവിദധേഹിതായാം അവിദഗ്ധമായ സത്യമായ ഈഹിതായ ഈഹിതം നിശ്ചയം സത്യമായ സഫലമായ പ്രവൃത്തിയോട് നിശ്ചയത്തോടു കൂടിയവനായ അങ്ങേക്ക് നമസ്കാരം. ഒരു യുഗാവസാനത്തിൽ ഭഗവാന്റെ മുഖത്തിൽ നിന്നും ജനിച്ച ദുർഗാദികളായ വേദങ്ങളെ മധുകീടഭന്മാർ എന്ന 2 അസുരന്മാർ അപഹരിച്ചുകൊണ്ടേ. അപഹരിക്കാൻ കാരണം അവരുടെ തമോവൃത്തി കൊണ്ടാണ്. അവരത് കൊണ്ടുപോയി രഫാതലത്തിൽ കൊണ്ടുവച്ചു. വേദം നമ്മളെ സങ്കല്പത്തിൽ ഒരു പുസ്തകവും ഗ്രന്ഥമൊന്നുമല്ല, ജ്ഞാനമാണ്, അറിവാണ്. അതിനെ ബലാത്കാരേണ ഉൾക്കൊണ്ടുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ പോയിരുന്നു. ആർക്കും ഇത് കൊടുക്കാത്തൊരവസ്ഥ വന്നപ്പോൾ ബ്രഹ്മദേവൻ ഈ ജ്ഞാനം നഷ്ടപ്പെട്ടതിൽ ഭഗവാനോട് അപേക്ഷിച്ചു. ഭഗവാൻ മധുകേടവനാൽ നിഗ്രഹിക്കാനായിട്ട് ഒരു ഹയഗ്രീവ രൂപം ധരിച്ചു വന്നു എന്നൊരു കഥയാണ്. അങ്ങനെ അവിടെ നിന്നും ആ വേദമൂർത്തികളെ കൊണ്ടുവന്ന് ബ്രഹ്മാവിന് നൽകിയ കഥ മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ഭാഗവതത്തിലെ കഥ വിസ്തരിക്കുന്നില്ല. ഇപ്പൊ ഇവിടെ ഈ ശ്ലോകത്തിലാണ് പറയുക.
വേദങ്ങളെ ഉദ്ധരിക്കാൻ വേണ്ടി അവതരിച്ചു എന്നുള്ളത് ഹൈഗ്രീവം വൃത്തിയായിട്ടാണ് എന്ന് മഹാഭാരതത്തിൽ ഇതിനെ വിസ്തരിച്ച് കഥയാക്കുന്നുണ്ട്. ഇവിടെ ഒരു സൂചന മാത്രം. വേദൻ യുഗാന്തേ തമസാതിരഫ്കൃതൻ രഫാദലദ്യോ മൃദുരംഗ വിഗ്രഹം പ്രത്യാദതേ വൈ കവയോഭിയാചതേ തസ്മൈ നമസ്തേ വിദധേഹിതായാം. വേദൻ യുഗാന്തേ തമസാതിരഫ്കൃതൻ രഫാദലദ്യോ മൃദുരംഗ വിഗ്രഹം പ്രത്യാദതേ വൈ കവയേഭിയാചതേ തസ്മൈ നമസ്തേ അവിദധേഹിതായാം. ഹരിവർഷേ ചാപി ഭഗവാൻ നരഹരി രൂപേണ ആസ്തേ തദ്രൂപഗ്രഹണനിമിത്തം ഉത്തരത്ര അഭിധർഷ്യേ തദ്ദൈതം രൂപം മഹാപുരുഷഗുണഭാജനോ മഹാഭാഗവതോ ദൈത്യദാനവകുല തീർത്ഥീകരണശീലാചരിത പ്രഹ്ലാദോ അവ്യവിധാന അനന്യഭക്തിയോഗേന സഹ സ്വദ്വർഷപുരുഷൈഃ ഉപാസ്തേ ഇദം ച ഉദാഹരതി. അടുത്ത ഹരിവർഷത്തിലെ കഥയാണ്. ഹരിവർഷേ ചാപി ഹരിവർഷത്തിലും ഭഗവാൻ നരഹരി രൂപേണ ആസ്തേ ഭഗവാൻ നരസിംഹരൂപത്തിൽ ആസ്തേ ഇരുന്നു. നരസിംഹരൂപത്തിൽ അവതരിച്ച അവതാര സ്വരൂപം സ്ഥിതി ചെയ്തത് ഹരിവർഷത്തിലാണ്. ഭഗവാൻ നരഹരി രൂപേണ ആസ്തേ, നരന്റെയും ഹരിയുടെയും. ഇവിടെ ഹരി സിംഹമാണ്. സിംഹരൂപത്തിലും മനുഷ്യരൂപത്തിലുമായി ആസ്തേ ഇരുന്നു. തദ്രൂപഗ്രഹണ നിമിത്തം, ആ രൂപം സ്വീകരിക്കാനുള്ള കാരണം ഉത്തരത്ര അഭിധാഫിയെ, ഇനിയും വരാൻ പോകുന്നത് അപ്പൊ പറഞ്ഞോളാം. സപ്തമസ്കന്ധത്തിൽ നരസിംഹമൂർത്തിയായിട്ട് അവതരിക്കാനുള്ള കാരണം എന്താണെന്ന് അന്നേരം പറയുന്നത്. അതാണ് ഉത്തരത്ര, പിന്നീട് അഭിധാഫിയെ പറഞ്ഞോളാം. അദ്ദേഹം ആവർത്തനമാകും. അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി ആ കഥ അന്നേരം പറയുന്നുണ്ട്, അപ്പൊ പറഞ്ഞോളാം. തദ്രൂപഗ്രഹണ നിമിത്തം ഉത്തരത്ര അഭിധാഫ്യേ, ഭഗവാൻ നരഹരി രൂപം സ്വീകരിക്കാനുള്ള കാരണം ഇനിയും പിന്നീട് പറയാൻ പോകുന്നുണ്ട്. തദ്ദൈതം രൂപം, ആ ഇഷ്ടപ്പെട്ട സ്വരൂപത്തെ, ദൈതം ഇഷ്ടപ്പെട്ട ആ രൂപത്തെ, മഹാപുരുഷ ഗുണഭാജനോ, മഹാപുരുഷന്മാരുടെ ഗുണങ്ങൾക്ക് പാത്രമായി ഭവിച്ചവൻ. മഹാപുരുഷ ഗുണഭാജന, ഭാജനം പാത്രം. മഹാപുരുഷന്റെ ഗുണങ്ങൾക്ക് പാത്രീഭവിച്ചവനായ മഹാഭാഗവതവും വലിയ ഭാഗവത ഭക്തനായ ദൈത്യ ദാനവകുല തീർത്ഥീകരണശീല ആചരിത, ദൈത്യന്മാരുടെയും ദാനവന്മാരുടെയും അസുരകുലത്തിനെ തീർത്ഥീകരിക്കുക, പരിശുദ്ധമാക്കുക. അസുരകുലത്തെ തീർത്ഥീകരിക്കാൻ, പരിശുദ്ധമാക്കാനുള്ള ശീലത്തെ ആചരിച്ചവനായ ദൈത്യ ദാനവകുല തീർത്ഥീകരണ ശീലാചരിത. ദൈത്യനും ദാനവനും അസുരന്മാരാണ്. രതിയുടെയും ധനുവിന്റെയും പുത്രന്മാരായതുകൊണ്ട് അങ്ങനെ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ അസുരന്മാരെ മുഴുവനും എന്നർത്ഥം. അസുരന്മാരുടെ എത്ര കുലങ്ങളുണ്ടോ ആ കുലത്തെ മുഴുവനും തീർത്ഥീകരിക്കാൻ, പരിശുദ്ധമാക്കാൻ വേണ്ടി നിരന്തരമായി പ്രയത്നിച്ചു. അതൊരു ശീലമാക്കി. ആ ശീലത്തെ ആചരിച്ചവനായ പ്രഹ്ലാദൻ അവ്യവധാന അനന്യഭക്തിയോഗേന, ഒരു മറവുമില്ലാത്ത അവ്യവധാനമായ അനന്യഭക്തിയോഗേന, മറ്റാർക്കും ലഭിക്കാത്ത ഭക്തിയോഗം കൊണ്ട് സഹ ഒപ്പം തദ്വർഷപുരുഷൈ, ആ വർഷത്തിലുള്ള പുരുഷന്മാരോടൊപ്പം, ഹരിവർഷത്തിലുള്ള പുരുഷന്മാരോടൊപ്പം ഉപാസിക്കുന്നു. ഇതെച്ച ഉദാഹരണി, ഇതിനെ അവിടെ ഉദാഹരിച്ച് പറയുന്നുണ്ട്. ഈ മന്ത്രങ്ങളും സ്തോത്രങ്ങളും ഒക്കെ ഉച്ചരിച്ചുകൊണ്ടാണ് ഹരിവർഷത്തിലെ നരസിംഹമൂർത്തിയാണ് ഉപാസിക്കുന്നത്. അത് ഭക്തപ്രഹ്ലാദനാണ് ഉപാസിക്കുന്നത്.
ഓരോ വർഷത്തിലും ഓരോ ദേവതകളെയാണ് ഉപാസിക്കുന്നത്. നേരത്തെ പറഞ്ഞു വന്നായിരുന്നു 9 വർഷങ്ങളിലും 9 മൂർത്തികളെയാണ്. അതിലെ ഹരിവർഷം എന്ന വർഷത്തിൽ നരസിംഹ സ്വരൂപത്തെയാണ്. അല്പം മുമ്പ് പറഞ്ഞ ഭദ്രാശ്വവർഷത്തിൽ ഹൈഗ്രീവമൂർത്തിയാണ്. എന്നിങ്ങനെ ഓരോരോ ഭാവങ്ങൾ, രൂപങ്ങൾ, പേരുകൾ ഉപാസിച്ചുകൊണ്ടേയിരിക്കാം. അവിടെ പക്ഷെ ഉപാസിക്കുന്ന മറ്റേടത്ത് എന്താണ്, ധർമ്മപുത്രയുടെ ഒരു അവതാരമായ ഒരു ഭാവമായ ഭദ്രശ്രവസ് എന്ന ഒരു രാജാവായിരുന്നു ഉപാസിച്ചത്. ഇവിടെ ആകട്ടെ പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദന്റെ ഒരു മഹത്വം അസുരവംശത്തിൽ ഉണ്ടായവനാണ്. ഉണ്ടായപ്പോൾ മുതൽ അസുരന്മാരെയൊക്കെ ശുദ്ധീകരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. ജീവിതം മുഴുവൻ അതിനുവേണ്ടി ഊഴിഞ്ഞുവെച്ച ആളാണ് ഈ പ്രഹ്ലാദൻ. അങ്ങനെയുള്ള പ്രഹ്ലാദൻ അനന്യഭക്തിയാണ് ഭഗവാനുണ്ട്. ആ ഭക്തി പൂർവം ഭഗവാനെ ആരാധിച്ചുകൊണ്ട് ആ വർഷത്തിൽ ഇപ്പോഴും ഇരിക്കുന്നു, ഉപാസിക്കുന്നു. ഈ മന്ത്രങ്ങളും ശ്ലോകങ്ങളും ചൊല്ലിക്കൊണ്ടാണ് ഉപാസിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഹരിവർഷേജാപി ഭഗവാൻ നരഹരി രൂപേണാസ്തേ തദ്രൂപഗ്രഹണ നിമിത്തം ഉത്തരത്രാഭിധവ്യേ തദ്ദൈതം രൂപം മഹാപുരുഷഗുണഭാജനോ മഹാഭാഗവതോ ദൈത്യദാനവകുലതീകരണശീല ആചരിത പ്രഹ്ലാദോ അവ്യവധാന അനന്യഭക്തിയോഗേന സഹ തദ്വർഷപുരുഷൈഃ ഉപാസ്തേ ഇദം ചോദാഹരതി. ഹരിവർഷേ ചാപി ഭഗവാൻ നരഹരിരൂപേണാസ്തേ തദ്രൂപഗ്രഹണനിമിത്തമുത്തരത്രാഭിധവ്യേ തദ്ദൈതം രൂപം മഹാപുരുഷഗുണഭാജനോ മഹാഭാഗവതോ ദൈത്യദാനവകുലതീകരണശീല ആചരിത പ്രഹ്ലാദോവ്യവധാന അനന്യഭക്തിയോഗേന. ഒത്തിരി നാം അവിടെ അടുപ്പിച്ച് വരുന്നുണ്ട്. അവ്യവധാന അനന്യഭക്തിയോഗേന സ്വഹ തദ്വർഷപുരുഷൈഃ ഉപാസ്തേ. സ്വഹ തദ്വർഷപുരുഷൈരുപാസ്തേ ഇദം ച ഉദാഹരതി. വായിക്കാൻ കിട്ടിയോ? അതുപോലെ വായിക്കണോ? അവിടെ നരസിംഹമൂർത്തിയെ ഉപാസിക്കാനുള്ള മന്ത്രമാണ് അടുത്തത്. ഓം നമോ ഭഗവതേ നരസിംഹായാം നമസ്തേജസ്തേജസേ ആവിരാവിർഭവ വജ്രനഖ വജ്രദംഷ്ടകർമാശയാൻ ഗ്രന്ഥേ രന്ഥേ തമോ ഗ്രഫ ഓം സ്വാഹ അഭയമാത്മനി ഭൂയിഷ്ഠാഹ ഓം ഓം ശ്രൗം. ഇതാണ് നരസിംഹമൂർത്തിയെ ഉപാസിക്കാനുള്ള മന്ത്രം. ഭാഗവതം എല്ലാവരുടെയും ഉപാസനാ മന്ത്രം വ്യക്തമായിട്ടും ആവിഷ്കരിച്ച് പറയുന്നുണ്ട്. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നതിന് പകരം ഓം നമോ ഭഗവതേ നരസിംഹായ, നരസിംഹ സ്വരൂപമായ ഭഗവാനായിക്കൊണ്ട് നമസ്കാരം. തേജസ്സി നമ. തേജസ്സുകൾക്കൊക്കെ തേജസ്സാണ് അന്ന്. ഈ പ്രപഞ്ചത്തിൽ ഏതൊക്കെ തേജോമൂർത്തികളുണ്ടോ ആ തേജസ്സുകൾക്കെല്ലാം തേജസ് നൽകുന്ന ഏക തേജസ് രൂപനാണ് അങ്ങ്. തേജസേ ആവിരാവിർഭവ, ഞങ്ങളുടെ മുമ്പിൽ ആവിർഭവിക്കൂ, പ്രത്യക്ഷീകരിക്കൂ. വജ്രനഖ, വജ്രം പോലെ മൂർച്ചയേറിയ കൂർത്ത നഖങ്ങളുള്ളവനെ. വജ്രദംഷ്ട, വജ്രം പോലെയുള്ള കൂർത്ത ദംഷ്ടങ്ങളുള്ളവനെ. കർമാശയാൻ ഗ്രന്ഥയ, ഞങ്ങളുടെ കർമ്മഗ്രന്ഥികളെ. ആശയത്തിവിടെ ഗ്രന്ഥി എന്നർത്ഥം. കർമാശയാൻ, കർമ്മഗ്രന്ഥികളെ. രന്ഥയ, രന്ഥയ ദഹിപ്പിച്ചു കളഞ്ഞാലും ദഹിപ്പിച്ചു കളഞ്ഞാലും. രന്ഥയ ദഹിപ്പിക്കാം. കർമ്മഗ്രന്ഥികളെ മുഴുവൻ ദഹിപ്പിച്ചു കളയൂ, ദഹിപ്പിച്ചു കളയൂ. എത്ര കാലാന്തരങ്ങളായി സമ്പാദിച്ചു വെച്ച എല്ലാത്തരം കർമ്മസഞ്ചയങ്ങളും കെട്ടുകളായത് കർമ്മം പുരുഷനെ. ആ കെട്ടുകളെ മുഴുവനും ഇനിയും അഴിച്ചെടുത്ത് നേരെയാക്കാൻ പറ്റില്ല, ദഹിപ്പിച്ചു കളഞ്ഞേക്കോ അതിനെ മുഴുവൻ. രന്ഥയ, രന്ഥയ തമോ ഗ്രഫ, തമസിനെ, ഇരുട്ടിനെ, അജ്ഞാനമാകുന്ന ഇരുട്ടിനെ വിഴുങ്ങൂ. ഗ്രഫ,
ഞങ്ങളിലുള്ള അജ്ഞാനമാകുന്ന ഇരുട്ടിനെ വിഴുങ്ങൂ. ഓം സ്വാഹ. ഓങ്കാര സ്വരൂപനായ അങ്ങയ്ക്ക് നമസ്കാരം. അങ്ങയ്ക്ക് ഞങ്ങൾ എന്താണ് ഈ ഹവിസുകൾ, ഞങ്ങളുടെ കർമ്മപഠനമാകുന്ന ഹവിസുകൾ അങ്ങേക്ക് നൽകുന്നു. അഭയം അഭയം ആത്മനി. ആത്മാവിൽ മാത്രമാണ് അഭയം. ഭയമില്ലായ്മ ഞങ്ങൾക്കുണ്ടാക്കി തരണമേ എന്ന്. അഭയം ആത്മനി. അഭയം അഭയം ഭൂയിഷ്ഠാഹ. ധാരാളം ഉണ്ടാക്കട്ടെ. അവിദ്യാസ്വരൂപമായ അന്ധകാരത്തെ നശിപ്പിച്ച് ഞങ്ങളുടെ ആത്മാവിൽ അഭയം നൽകുന്നവനായിട്ട് അങ്ങ് ഭവിച്ചാൽ. ഇനിയുള്ളത് ശ്രേവും എന്നുള്ളത്. കായും ഷായും റായും ഔവും അമ്മും 5 വർണ്ണങ്ങൾ കൂടുന്നൊരു കൂട്ടക്ഷരമാണ്. കാഷ 2 അക്ഷരായി. അതിലൂടെ രാ ചേരുമ്പോൾ അക്ഷര എന്നാകും. അതിലൂടെ ഔ ചേരുമ്പോൾ ക്ഷരൗ എന്നാകും. ചേരുമ്പോൾ ശ്രയവും എന്നാകും. അതൊക്കെ ഉച്ചരിക്കണമെങ്കിൽ നാക്കിത്തിരി പാകത്തിന് വന്നേ പറ്റുള്ളൂ. ശ്രയവും എന്ന് നരസിംഹമൂർത്തിയുടെ ബീജസ്വരൂപമായ മന്ത്രാക്ഷരമാണ് ശ്രവും എന്നുള്ള മന്ത്രം. അതും കൂടെ ചേർത്ത് വേണം ഈ സ്തുതി പൂർണ്ണമാക്കാൻ. നമുക്ക് നരസിംഹമൂർത്തിയെ സ്തുതിക്കാൻ മനോഹരമായ ഒരു സ്തോത്രം 4 വരിയുള്ളൂ. വളരെ ചെറുതാണ്. ആർക്കും പഠിച്ച് ഉപാസിച്ചിട്ടില്ലാവുന്നേ ഉള്ളൂ. ഇവിടെ പ്രഹ്ലാദൻ ആ കൂടെയുള്ളവരൊക്കെ ഈ മന്ത്രം ചൊല്ലിയാണ് നരസിംഹമൂർത്തിയെ ഉപാസിച്ചുകൊണ്ടിരിക്കുന്നത്. ഓം നമോ ഭഗവതേ നരസിംഹായ. നമസ്തേജസ്തേജസേ. ആവിരാവിർഭവവജ്രനഖവജ്രദംഷ്ട്രം കർമാശയാൻ രന്ധേ രന്ധയ തമോ ഗ്രഫ. ഓം സ്വാഹാം. അഭയം അഭയമാത്മനി ഭൂയിഷ്ഠാഹ. ഓം ശ്രേവും. ഓം നമോ ഭഗവതേ നരസിംഹായ. നമസ്തേജസ്തേജസേ. ആവിരാവിർഭവവജ്രനഖവജ്രദംഷ്ട്രം കർമാശയാൻ രന്ധേ രന്ധയ തമോ ഗ്രഫ. ഓം സ്വാഹാം. അഭയം അഭയമാത്മനി ഭൂയിഷ്ഠാഹ. ഓം ശ്രേവും. പുസ്ത്യസ്തു വിശ്വസ്യ ഫലപ്രസീദതാം ധ്യായന്തു ഭൂതാനി ശിവം മിതോധിയാം. മനശ്ച ഭദ്രം ഭജതാക്ഷജ അഭീഷ്യതാം നോ മതിരപ്രഹൈതുലീ. സ്വസ്തിസ്തു. മംഗളമുണ്ടാകട്ടെ. പ്രഹ്ലാദൻ തന്റെ കൂടെയുള്ളവരോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾക്ക് മംഗളമുണ്ടാകട്ടെ. വിശ്വസ്യ ഫലപ്രസീദത. ലോകത്തിന് സ്വസ്തിസ്തു. ലോകത്തിന് ക്ഷേമം ഉണ്ടാകട്ടെ, ഐശ്വര്യം ഉണ്ടാകട്ടെ. കലഹപ്രസീദത. ദുഷ്ടന്മാർ പ്രസാദിക്കട്ടെ. ഈ സ്തുതി കേട്ട് ലോകത്തിന് സ്വസ്തി ഉണ്ടാകണം. ഫലന്മാരായ ദുഷ്ടന്മാർ ഇത് കേട്ട് സന്തോഷിക്കട്ടെ. ധ്യായന്തു ഭൂതാനി ശിവം മിഥോധിയ. ഭൂതാനി ഭൂതങ്ങൾ, ധിയ ബുദ്ധി കൊണ്ട്, മിഥ പരസ്പരം, ശിവം ധ്യായന്തു. ശിവം ച മംഗളം എന്നുള്ള അർത്ഥം. നമ്മൾ പെട്ടെന്ന് പരമേശ്വരന്റെ അടുത്തേക്ക് പോകും. ഇത് മംഗളം എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയാണ്. ധ്യായന്തു ഭൂതാനി ശിവം മിഥോധിയ. എല്ലാ ഭൂതജാലങ്ങളും ബുദ്ധി കൊണ്ട് പരസ്പരം മംഗളം ലഭിക്കാൻ വേണ്ടി ധ്യായന്തു നിങ്ങൾ ധ്യാനിക്കട്ടെ. മനശ്ച ഭദ്രം ഭജതാത്. മനസ്സ് ശാന്തിയെ പ്രാപിക്കട്ടെ, ഭദ്രത്തെ പ്രാപിക്കട്ടെ. ഭജതാത്. അധോക്ഷജേ. അധോക്ഷജനിൽ. അധോക്ഷജൻ ഭഗവാൻ. മനശ്ച ഭദ്രം ഭജതാത് അധോക്ഷജേ. സന്ധി പിരിക്കുമ്പം അധോക്ഷജ എന്ന് വരും, അല്ലെങ്കിൽ അധോക്ഷജ എന്നേ വരികയുള്ളൂ. ഭജതാത് അധോക്ഷജ. ആവേശ്യതാം നോ മതിഹി അപി അഹൈതുകി. ആവേശ്യതാം പ്രവേശിപ്പിക്കണം. നോ മതിഹി ഞങ്ങളുടെ ബുദ്ധി, അപി അഹൈതുകി
ഒരു കാരണവുമില്ലാത്ത, ഒരു ഫലവും ആഗ്രഹിക്കാത്ത ഭഗവാനിൽ ഞങ്ങളുടെ മനസ്സ് ആവേശിക്കട്ടെ. പ്രഹ്ലാദന്റെ ഏറ്റവും വലിയ ഒരു കുടി അടയാളമാണ് അഹീതുകീ ഭക്തി. അത് ആവിഷ്കരിച്ച് പ്രചരിപ്പിച്ച ആളാണ് പ്രഹ്ലാദൻ. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ ഇവരോട് പറയുകയാണ്, നോ മതി, നമ്മളുടെ മതി അഥോക്ഷജേ അഹീതുകീ ആവേശ്യത. അഥോക്ഷിതനായ ഭഗവാനിൽ ഒരു കാരണവുമില്ലാതെ, ഫലകാംക്ഷയില്ലാതെ പ്രവേശിക്കട്ടെ, എത്തട്ടെ. സ്വസ്ത്യസ്തു വിശ്വസ്യ ഖല പ്രസീദതാം ധ്യായന്തു ഭൂതാനി ശിവം മിഥോധിയാ മനശ്ച ഭദ്രം ഭജതാദഥോക്ഷജേ അഥോക്ഷജ ആവേശ്യതം നോ മതിരപ്യഹൈതുകൈ. സ്വസ്ത്യസ്തു വിശ്വസ്യ ഖല പ്രസീദതാം ധ്യായന്തു ഭൂതാനി ശിവം മിഥോധിയാ മനശ്ച ഭദ്രം ഭജതാദഥോക്ഷജ ആവേശ്യതം നോ മതിരപ്യഹൈതുകൈ. മാകാരധാരാത്മജവിത്തബന്ധുഷു പങ്കോ യദി സ്യാത് ഭഗവത്പ്രിയേഷു നാം യപ്രമാവൃത്യാ പരിതുഷ്ട ആത്മവാൻ സിദ്ധ്യത്യദൂരം ന തഥേന്ദ്രിയപ്രിയാം. മാ അകാര ദാര ആത്മജ വിത്ത ബന്ധുഷു. അകാരം വീട്, ദാര ഭാര്യ, ആത്മജൻ പുത്രൻ, വിത്തം ധനം, ബന്ധുക്കൾ. ഇവരിൽ സംഘോ മാ, ഇവരിൽ സംഘം ഉണ്ടാവരുതേ. ഇതാണ് പ്രഹ്ലാദൻ ഇവരോട് പ്രാർത്ഥിക്കാൻ പറയാം. നമ്മളെല്ലാം കൂടി ഈ നരസിംഹമൂർത്തിയോട് പ്രാർത്ഥിക്കേണ്ടത്, എനിക്ക് വീടിനോടും ഭാര്യയോടും പുത്രന്മാരോടും ധനത്തോടും ബന്ധുക്കളോടൊന്നും ആസക്തി ഉണ്ടാവരുത്. ഭക്തിയാവാം, ആസക്തി ഉണ്ടാവരുത്. യദി സ്യാത്, ഇനി അഥവാ ഉണ്ടായാലോ, ഭഗവത് പ്രിയേഷു നാം, അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ദാനഹ, ഞങ്ങൾക്ക് ഭഗവത് പ്രിയേഷു, ഭഗവത് ഭക്തന്മാരോട് സംഘം ഉണ്ടാവട്ടെ. ഭഗവാന്റെ ഭക്തന്മാരിൽ ആ സംഘം ഭവിക്കട്ടെ. കാരണം യാതൊന്നാണോ പ്രാണവൃത്തിയ, പ്രാണന്റെ പ്രവൃത്തി കൊണ്ട് പരിതുഷ്ട ആത്മവാൻ, സന്തുഷ്ടനായി ആത്മാവിനെ അറിഞ്ഞവനായിട്ട്, ആത്മവാൻ അറിഞ്ഞവനായിട്ട് സിദ്ധ്യതി സിദ്ധിക്കുന്നു, അദൂരാത് അടുത്തു തന്നെ, അദൂരാത് ദൂരെ അല്ലാതെ തന്നെ, അടുത്തു തന്നെ, പെട്ടെന്ന് സിദ്ധിക്കുന്നു. സിദ്ധ്യത്യദൂരാത് ന തഥാ ഇന്ദ്രിയപ്രിയ, ന തഥേന്ദ്രിയപ്രിയ, തഥാ അങ്ങനെ ഇന്ദ്രിയപ്രിയ ന, ഇന്ദ്രിയപ്രിയനുണ്ടാവില്ല. ഇനിയും പ്രാർത്ഥിക്കേണ്ട, ഞങ്ങൾക്ക് ഒന്നിനോടും ആസക്തി ഉണ്ടാവാതിരിക്കണേ. ഭഗവാനോട് മാത്രമേ ഞങ്ങൾക്ക് ആസക്തി ഉണ്ടാകാവൂ. ഭഗവത് ഭക്തന്മാരുടെ ചേർച്ചയുണ്ടായെങ്കിൽ മാത്രമേ മറ്റു വിഷയങ്ങളിലുള്ള ആസക്തി ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പൊ മറ്റു വിഷയങ്ങളുള്ള ആസക്തി കുറയാൻ ആദ്യം ഭഗവത് ഭക്തന്മാരോടായിക്കോട്ടെ ആസക്തി, അത് പതുക്കെ ഭഗവാനിലേക്ക് പോകുള്ളൂ. ഇനിയും പ്രാണവൃത്തി കൊണ്ട് പരിതുഷ്ടനായ ഒരാൾ, ശ്വാസോച്ഛ്വാസം എന്ന പ്രാണവൃത്തി കൊണ്ട് ജീവിതത്തിൽ സുഖമായി ജീവിക്കുന്ന ഒരാൾ ആത്മാവിനെ അറിഞ്ഞവനായിട്ട് ഉടൻ തന്നെ അയാൾക്ക് ഫലം കിട്ടും. പ്രാണവൃത്യാ പരിതുഷ്ട ആത്മവാൻ സിദ്ധ്യതി അദൂരാത്, അദൂരാത് ഫലം സിദ്ധ്യതി. പക്ഷെ ഇന്ദ്രിയപ്രിയനായ ഒരാൾക്ക് അങ്ങനെ ഉണ്ടാവില്ല. ഇന്ദ്രിയപ്രിയനായ ആൾക്കാരെ ഇന്ദ്രിയങ്ങളുടെ പുറകെ പോവുള്ളൂ, വിഷയത്തിൽ നിന്ന് മാറാനേ പറ്റില്ല.
പക്ഷെ പ്രാണവൃത്തി കൊണ്ട് പരിതുഷ്ടനായി ആത്മജ്ഞാനം ലഭിച്ച ഒരാൾക്ക് വളരെ വേഗമാണ് ഫലം കിട്ടുന്നത്. അതുപോലെ ഇന്ദ്രിയപ്രീതി ഉള്ളവർക്ക് കിട്ടില്ല. ഇന്ദ്രിയങ്ങളെ സ്നേഹിക്കുക, കണ്ണും മൂക്കും കാതും ഒക്കെ അതിനെ കൂടുതൽ സ്നേഹിക്കുക, അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യുക, അതുകൊണ്ട് കിട്ടുന്ന വിഷയങ്ങൾ ആസ്വദിച്ച് സമയം കളയുക, ഇങ്ങനെ പോകുന്ന ഒരാൾക്ക് കിട്ടില്ല, അങ്ങനെ വരില്ല. മാകാരധാരാത്മജവിത്ത ബന്ധുഷു പങ്കോ യദിഷ്യാത് ഭഗവത് പ്രിയേഷു നാം യപ്രാണവർത്യാ പരിതുഷ്ട ആത്മവാൻ സിദ്ധ്യത്യദൂരാൻ ന തഥേന്ദ്രിയപ്രിയാം. മാകാരധാരാത്മജവിത്ത ബന്ധുഷു സങ്കോ യദിഷ്യാത് ഭഗവത് പ്രിയേഷു നാം യപ്രാണവർത്യാ പരിതുഷ്ട ആത്മവാൻ സിദ്ധ്യത്യദൂരാൻ ന തഥേന്ദ്രിയപ്രിയാം. യത്സങ്കലബ്ധം നിജബീജസംഭവം തീർത്ഥം മുഹുഃ സംസ്പൃശതാം ഹിമാനസം ഹരത്യജോന്തശ്രുതിഭൃതോംഗജം കോ വൈ ന സേവേത മുകുന്ദ വിക്രമം. യത്സങ്കലബ്ധം നിജബീജസംഭവം, പങ്കം കൊണ്ട് ലഭിച്ച ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവത് ഭക്തന്മാരോടുള്ള സംഘം കൊണ്ട് ലഭിച്ച യത് സങ്കലബ്ധം നിജവീര്യ സംഭവം, തൻ്റെ വീര്യത്തിൽ നിന്നും ഭഗവാന്റെ ആ പരാക്രമമാകുന്ന വീര്യത്തിൽ നിന്നും ഉണ്ടായ തീർത്ഥം, തീർത്ഥത്തെ. യത് സങ്കലബ്ധം നിജവീര്യ സംഭവം തീർത്ഥം മുഹുസ്പൃശതാം, വീണ്ടും വീണ്ടും സ്പർശിക്കുന്നവർക്ക് ഈ മാനസം, അവരുടെ മാനസമാകട്ടെ ഹരതി അജോ അന്തസ്വതുഭർഗതോങ്കജം, ഹരതി നശിപ്പിക്കുന്നു, അജഹ അജനായ ഭഗവാൻ, അന്തഃശ്രുതിഭിർഗതോ അങ്കജം, ശ്രുതിഭിഹി വേദങ്ങളെ കൊണ്ട്, അന്തർഗത ഹൃദയത്തിൽ പ്രവേശിച്ചവനായ ഭഗവാൻ അങ്കജം ഹരതി, ആ ഭഗവാന്റെ തീർത്ഥം അങ്കജമായ മലത്തെ, ശരീരത്തിനുണ്ടായ മാലിന്യത്തെ ഹരതി നശിപ്പിക്കുന്നു. കോ വൈ ന സേവേത മുകുന്ദ വിക്രമം, ഭഗവാന്റെ മുകുന്ദന്റെ മോക്ഷം തരാൻ കൽപ്പുള്ളവനായ ഭഗവാന്റെ വിക്രമത്തെ ആരാണ് സേവിക്കാത്തത്? ആരും സേവിക്കുന്നേ. തൊട്ടുമുമ്പത്തെ ശ്ലോകത്തിൽ സംഘത്തിന്റെ ആവശ്യകത പറഞ്ഞു. ആ സംഘം കൊണ്ടാണ് മുക്തി ലഭിക്കുന്നതെന്നും പറഞ്ഞു. അതുകൊണ്ട് ഭക്തന്മാരുള്ള സംസർഗം ഭഗവാന്റെ പരാക്രമം കൊണ്ട് ഉണ്ടായി വന്ന ആ കീർത്തിയെ ചെവി കൊണ്ട് കേട്ട് ആസ്വദിക്കുന്നവർക്ക് നിജ വീര്യസംഭവം തീർത്ഥം, ഭഗവാന്റെ വീരപരാക്രമങ്ങളെ കുറിച്ച് വർണ്ണിക്കുന്നത് ഈ പുരാണങ്ങളാണ്, ഭഗവത് കഥകളാണ്. അതൊരു തീർത്ഥമാണ്. അതിനെ വീണ്ടും വീണ്ടും സ്പർശിക്കുന്നവർ, അതിനെ വീണ്ടും വീണ്ടും തൊടുന്നവർ എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടും ആ ഗ്രന്ഥം കയ്യിലെടുത്ത് വായിച്ച് ആസ്വദിക്കുന്നവർക്ക് അവരുടെ മാനസം അവരുടെ മാനസമായ മലത്തെ മുഴുവനും ഹരതി നശിപ്പിക്കും. മാനസം അങ്കജം, മാനസം ഹരതി, മനസ്സിലുള്ള അങ്കജമായ ഭാവത്തെ മുഴുവൻ ഹരിക്കും, ഇല്ലാതാക്കും. എന്നു മാത്രമല്ല, അന്തഃശ്രുതിഭിഹി അതഃ, അവരുടെ മനസ്സ് ഭഗവാന്റെ കീർത്തനങ്ങൾ പാടി പാടി, വീരകഥകൾ പാടി കിട്ടുന്ന ആ ഒരു ശക്തി
ഭക്തി കൊണ്ട് ഉള്ളിലുള്ള മാലിന്യത്തെ നശിപ്പിക്കും എന്ന് മാത്രമല്ല, ശ്രുതിഭിഹി വേദങ്ങളാണ്, വേദങ്ങളെ ഇതിഹാസങ്ങൾ പുരാണങ്ങളൊക്കെ കൊണ്ടാണ് ഇത് നശിപ്പിക്കുന്നത്. ഇത്രയും അറിയാമായിരിക്കെ ആരാണ് മുകുന്ദന്റെ പദം സേവിക്കാത്തത്? ഗംഗാദികളായ തീർത്ഥങ്ങൾ ശരീരമലത്തെ ഇല്ലാതാക്കത്തത്. ഭഗവത് കീർത്തനങ്ങൾ അതല്ല, ആന്തരികമായ ആത്മമലത്തെ കൂടി ഇല്ലാതാക്കാൻ പാകമാണ്. എങ്കിൽ മാത്രമേ ചിത്തശുദ്ധി ഉണ്ടാവൂ. അതാണ് വേണ്ടത്. സങ്കലബ്ധം നിജവീരഭം തീർത്ഥം മുഹുഫം സ്പൃശതാം ഹിമാനഫം ഹരത്യജോന്തശ്രുതിഭത് ഗതോങ്കജം കോവൈന സേവേത മുകുന്ദ വിഗ്രഹം. സങ്കലബ്ധം നിജവീരഭം തീർത്ഥം മുഹുഫം സ്പൃശതാം ഹിമാനഫം ഹരത്യജോന്തശ്രുതിഭത് ഗതോങ്കജം കോവൈന സേവേത മുകുന്ദ വിക്രമം. സർ, ആദ്യത്തെ വരിയിലെ നിജവീര്യ വൈഭവം എന്നാണല്ലോ അതിൽ കാണുന്നത്. വൈഭവമായത് സംഭവമായത് ഒന്ന് തന്നെയാണ്. വീര്യമാകുന്ന വൈഭവം അല്ലെങ്കിൽ വീര്യത്തിൽ നിന്നും ഉണ്ടായത് വൈഭവം തന്നെയാണ്. ഏതായാലും കുഴപ്പമില്ല, രണ്ട് പാഠം ശരിയാണ്. യസ്യാസ്തി ഭഗവത്യകിഞ്ചനാം പർവേർഗുണൈസ്തത്ര സമാസതേ സുരാ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗണാം മനോരഥേന അസദിധാപതോ ബഹി. യസ്യാസ്തി ഭക്തി, ആർക്കാണോ ഭക്തിയുള്ളത് ഭഗവതി ഭഗവാനിൽ, അകിഞ്ചന ഒന്നിനെയും ആഗ്രഹിക്കാത്ത ഭക്തി. അകിഞ്ചന ഭക്തി ഭഗവതി യസ്യാസ്തി, അകിഞ്ചനമായ ഭക്തി ഭഗവാനിൽ ആർക്കാണോ ഉള്ളത്, സർവൈഹി ഗുണൈഹി തത്ര, എല്ലാ ഗുണങ്ങളാലും എല്ലാ ഗുണങ്ങളോടുകൂടി തത്ര അവിടെ സുരാഹ സമാശ്രയ ദേവന്മാർ ഒത്തുകൂടുന്നു. ഹരാവഭക്തസ്യ ഹരൗ അഭക്തസ്യ ഹരാവഭക്തസ്യ ഹരൗ ഹരിയിൽ ഭക്തിയില്ലാത്തവനെ പുതു മഹദ്ഗുണ, എവിടുന്നാണ് മഹദ്ഗുണങ്ങൾ കിട്ടുക? ഭഗവത് ഭക്തി ഇല്ലാത്തവർക്ക് ഒരു മഹത്വവും ഉണ്ടാവില്ല, ഒരു സദ്ഗുണങ്ങളും ഉണ്ടാവില്ല. മനോരഥേന അസതി ധാവതോഭി, മനോരഥം കൊണ്ട് ഉള്ളിലുള്ള മനോരഥത്തെ വീണ്ടും 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 ഓർമ്മിച്ചുകൊണ്ട് അസതി മനോരഥേന, സത്തല്ലാത്ത മനോരഥത്തെക്കുറിച്ച്, അസത്തായ മനോരഥത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് ബഹിഹി ധാവതവും, വെളിയിൽ കൂടി സഞ്ചരിക്കുന്ന ഒരാൾക്ക് കുതു മഹദ്ഗുണാഹ, എങ്ങനെ മഹദ്ഗുണങ്ങളുണ്ടാകും? ഭഗവത് സംഘം കൊണ്ട് മാത്രമേ മനഃശുദ്ധി ഉണ്ടായിട്ട് നിഷ്കാമ ഭക്തി ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഗുണങ്ങളൊക്കെ ഉണ്ടാകും. ഇതാണ് വിഷയത്തോട് വിരക്തി ഉണ്ടാകുക, ആത്മജ്ഞാനം ഉണ്ടാകുക, കാരുണ്യം ഉണ്ടാവുക, കുറേ ഗുണങ്ങൾ അപ്പോൾ ഉണ്ടാകും. ആ ഗുണങ്ങളോട് കൂടി തന്നെയാണ് ദേവന്മാർ ഇപ്പോഴും ഇരിക്കുന്നത്. സർവദേവന്മാരും ഈ ഗുണത്തോടു കൂടിയിരിക്കുന്നവനിൽ പ്രസാദിക്കുന്നില്ല. തുച്ഛമായ വിഷയത്തിന് വേണ്ടി മനസ്സിനെ ഓടിച്ചു കൊണ്ടുപോകുന്ന ഒരാൾ ഒരിക്കലും ഹരിഭക്തനായി തീരില്ല. അപ്പൊ ഗുണമുണ്ടാവില്ല, ഭക്തിയില്ല, ഗുണമുണ്ടാവില്ല. അവൻ ഇല്ലാത്തതിന് പുറകെ പുറത്ത് ഓടി നടന്ന് കാലം കളയും. അത് തന്നെ ഭഗവത്യകിഞ്ചനാം സർവൈർഗുണൈസ്തത്ര സമാസതേ സുരാം. ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ
മനോരഥേന ഫലിതാവതോ ബഹീം യസ്യാസ്തി ഭഗവത്യകിഞ്ചനാം സർവൈർഗുണൈസ്തത്ര ഭമാഫദേ പുരാ ഹരാവഭക്തസ്യ കുതോ മഹദ്ഗുണ മനോരഥേന ഫലിതാവതോ ബഹീം. അത് ഹേ സാക്ഷാൽ ഭഗവാൻ ശരീരിണാം ആത്മാ ചഷാണാമിവ തോയമിപ്സിതം ഹിത്വാ മഹാംസ്തം യദി സജ്ജതേ ഗൃഹേ തദാ മഹത്വം വയസ ദമ്പതീനാം. ഹരിർഹി, ഹരിയാകട്ടെ സാക്ഷാത് ഭഗവാൻ. സാക്ഷാത്തായ, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഭഗവാനാണ് ശരീരിനാം, ശരീരികൾക്ക്, മനുഷ്യർക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത്, സാക്ഷാത്തായി അനുഭവിക്കാൻ പറ്റുന്ന ഹരിയാണ്. ഏതുപോലെ ഷഷാണാമിവ തോയം ഇപ്സി, മത്സ്യങ്ങൾക്ക് ഈപ്സിതം ഇഷ്ടപ്പെടുന്നത് വെള്ളം എന്ന പോലെ. മത്സ്യങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം വെള്ളമാണ്. വെള്ളത്തിലാണ് കിടക്കുന്നത്. വെള്ളത്തിൽ കൂടി മതിച്ച് ഹർഷിച്ച് കുളച്ച് സഞ്ചരിക്കാണ്. അത് കുടിക്കുന്നു, അതിൽ കിടന്നുറങ്ങുന്നു, അതിൽ വിസർജിക്കുന്നു, എല്ലാം അത് തന്നെയാണ്. ഇതുപോലെ ആകണം എല്ലാം ഭഗവാനാവും. ഇന്നൊരു ഉപമാനം ചൂണ്ടിക്കാണിച്ചതാണ്. ഝഷാണാമിവ തോയം ഈപ്സിതം, തോയം ഈപ്സിതം ഛഷാണാമിവ ശരീരിനാം ആത്മാ സാക്ഷാൽ ഭഗവാൻ ഹരിഹി. ശരീരികൾക്ക് ആത്മാവ് സാക്ഷാൽ ഭഗവാൻ തന്നെയാണ്. മത്സ്യത്തിന് വെള്ളം ആത്മാവായിരിക്കുന്ന പോലെ ശരീരികൾക്ക് ആത്മാവ് ഭഗവാൻ തന്നെയാണ്. ഹിത്വ മഹാംസ്തം യദി സജ്ജതേ, ഹിത്വ ഉപേക്ഷിച്ചിട്ട്, ത്യജിച്ചിട്ട്, കളഞ്ഞിട്ട്, മഹാൻ തം മഹത്തായ അതിനെ ഉപേക്ഷിച്ചിട്ട്, യദി ഗൃഹേ സജ്ജതേ വീട്ടിൽ സജ്ജമായി കഴിഞ്ഞുകൂടിയാൽ, തഥാ അപ്പോൾ മഹത്വം ദമ്പതീനം വയസ്സാണ്. അപ്പോൾ ദമ്പതിമാർക്ക് മഹത്വം ഉണ്ടാകുന്നത് വയസ്സുകൊണ്ട് മാത്രമാണ്. വയസ്സുകൊണ്ട് മാത്രം അവർക്ക് മഹത്വം ഉണ്ടാകും. സർവാത്മന ഭഗവാനെ സ്മരിക്കുന്നവർക്ക് മാത്രമേ മഹത്വം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് മത്സ്യങ്ങൾക്ക് ജീവന ഹേതു വെള്ളമാണ്. അതില്ലെങ്കിൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതിൽ നിന്ന് പുറത്തു വന്നാൽ നിമിഷങ്ങൾക്കകം അത് ഇല്ലാണ്ടാകും. അതുപോലെ ആയിരിക്കണം മനുഷ്യർക്ക് ഭഗവാൻ. അവർക്ക് ഈപ്സിതമാണ് വെള്ളം, ഇഷ്ടമാണ്, ഹിതവുമാണ്. അതുപോലെയാണ് ആവണം മനുഷ്യർക്ക് ഭഗവാൻ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഭഗവാനിലുള്ള ഭക്തി വർദ്ധിക്കുള്ളൂ. ഭക്തി വർദ്ധിച്ചാൽ ഗുണങ്ങൾ കൂടും. അല്ലാതെ ഭഗവാനെ ഉപേക്ഷിച്ചുകൊണ്ടൊരു വീട്ടിൽ ആസക്തനായി കഴിഞ്ഞാൽ അവനെ മഹാന് വിളിക്കാൻ പറ്റത്തില്ല. അവന്റെ മഹത്വം വയസ്സിൽ മാത്രമാണ്, പ്രായമാകും അത്ര തന്നെ. നമ്മൾ പ്രായമായവർക്ക് കൽപ്പിക്കുന്ന ഒരു മഹത്വമുണ്ട്, അത്ര തന്നെ, അതുപോലെയുണ്ട്. ഹരിഭക്തന്മാർക്ക് മാത്രമാണ് യഥാർത്ഥമായ മഹത്വം ഉണ്ടാകുന്നത്. ഹരിർഹി സാക്ഷാത് ഭഗവൻ ശരീരണാം ആത്മാ ഛഷാണാമിവ തോയമീപ്സിതം ഹിത്വാ മഹാംസ്തം യദി സജ്ജതേ ഗൃഹേ തദാ മഹത്വം വയസാ ദമ്പതീനാം. ഹരിർഹി സാക്ഷാൽ ഭഗവൻ ശരീരണാം ആത്മാ ഛഷാണാമിവ തോയമീപ്സിതം ഹിത്വാ മഹാംസ്തം യദി സജ്ജതേ ഗൃഹേ തദാ മഹത്വം വയസാ ദമ്പതീനാം.
തസ്മദ്രജോരാഗവിഷാദമന്യുമാനസ്പൃഹ ഭയ ദൈന്യാധിമൂലം ഹിത്വാ ഗൃഹം സംസൃതി ചക്രവാളം നൃസിംഹപാദം ഭജിതാകുതോ ഭയം. തസ്മാത് അതുകൊണ്ട് രജോ രാഗ വിഷാദ മന്യു മാന സ്പൃഹ ഭയ ദൈന്യ ആധിമൂലം ഹിത്വ. ആധിക്ക് മൂലമായത് ഇത്രയും, വിഷാദത്തിന് മൂലമായത് ഇത്രയുമാണ്. വ്യാധിയല്ല, ആധിയാണ്. ആധി മനപ്രയാസമാണ്, വിഷാദമാണ്, ദുഃഖമാണ്. അതിന് കാരണമായിരിക്കുന്ന ഒന്ന് രജസ്, രജോ ഗുണം. തസ്മാത് രജോ. രണ്ട് രാഗം, വസ്തുക്കളുള്ള അഭിനിവേശം. പിന്നത്തത് ഭയം. എന്തിനേയും ഭയത്തോടെ കാണാൻ പറ്റുള്ളൂ. ഈശ്വരനോട് പോലും ഭയമാണ്. രണ്ടാമതൊന്നുണ്ടെങ്കിലേ ഭയമുള്ളൂ, അല്ലെ ഭയമില്ല. എന്തിനേയും ഭയമാണ്. അച്ഛനെ അമ്മയും പേടിയാണ്. അച്ഛനും അമ്മയ്ക്കും മക്കളെ ഭയമാണ്. ഭാര്യയ്ക്ക് ഭർത്താവിനെ ഭയമാണ്, ഭർത്താവിന് ഭാര്യയെ ഭയമാണ്. ബന്ധുക്കളെ ഒക്കെ നമ്മൾ ഭയപ്പാടോടെയാണ് നോക്കുക. എന്തിനാണ് ആ ഒരു വരുന്നത്? ഓരോ നിമിഷവും ഭയം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. രജോ രാഗ വിഷാദം ദുഃഖം മഞ്ഞു കോപം മാനം അഭിമാനം സ്പൃഹ ആഗ്രഹം ഭയം ദൈന്യം ദീനത, എന്നോട് കാരുണ്യം കാണിക്കണേ എന്നുള്ള അവസ്ഥ. ഇത്രയും ഉണ്ടാവാനുള്ള കാരണം ആധിമൂലം. ആധിക്ക് കാരണം ഇത്രയും ഘടകങ്ങളാണ്. രജസ് രാഗം വിഷാദം മഞ്ഞു മാനം സ്പൃഹ ഭയം ദൈന്യം, ഈ 8 എണ്ണം. അതുകൊണ്ട് പ്രഹ്ലാദൻ തൻ്റെ കൂടെയുള്ള ഭക്തന്മാരോട് പറയുകയാണ്, എന്റെ ഗൃഹവുമായുള്ള ബന്ധത്തെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഭക്തന്മാരുടെ സകല ഭയവും തീർത്തു തരുന്ന ആ ഭഗവാന്റെ പാദാരവിന്ദത്തെ ഭജിക്കുവിൻ. വീട്ടിലിരുന്നതിനെ ഹരിയെ ഭജിച്ചുകൂടെ എന്നാണെങ്കിൽ ആവാം. പക്ഷേ ഗൃഹസംസർഗം കൊണ്ട് അനർത്ഥ പരമ്പരകൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കും. വീട്ടിലിരിക്കുമ്പോൾ ശ്രദ്ധ വീടിന്റെ സംരക്ഷണത്തിലേക്ക് കുറേശ്ശമാണ്. അവിടെ എന്തു വേണം, എങ്ങനെ വേണം, ചോർച്ചയുണ്ട്, ഭിത്തിയില്ല, ഭിത്തി അടയ്ക്കണം, കെട്ടണം, വാതിൽ വേണം, പൂട്ട് വേണം, ഇങ്ങനെ നീണ്ടു പോകും. അതുകൊണ്ട് അനർത്ഥ പരമ്പര വന്നുകൊണ്ടേയിരിക്കും. അതിനൊക്കെ ഒരു കാരണം രജോ ഗുണത്തിന്റെ കാരണമാണ്. രജസ് കൂടി വരുമ്പോഴാണ് ഈ വീടിനോടുള്ള ഓരോ ദിവസവും അതിനെക്കുറിച്ചാണ് ചിന്ത. അതുപോലെ വിഷയസുഖ ആണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് വിചാരിക്കും. ഓരോരോ രാഗങ്ങളുടെ പുറകെ ഓടി നടക്കും. അപ്പൊ എന്തുണ്ടാകും? വിഷാദം ഉണ്ടാകും. വിഷാദം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കോപമായി തുടങ്ങി. അത് കോപമായി കഴിഞ്ഞാൽ പിന്നെ അഭിമാനമാണ് പ്രശ്നം. പിന്നീടുള്ളത് ആഗ്രഹങ്ങളുടെ കൂട്ടങ്ങളാണ്. ഇതെല്ലാം കഴിയുമ്പോൾ ഇതൊക്കെ സംരക്ഷിക്കാനുള്ള ഭയം എപ്പോഴും കൂട്ടുകാരായിട്ട് കൂടെ ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവർക്കും എന്നോട് കാരുണ്യം തോന്നണം എന്ന് പ്രാർത്ഥിക്കാൻ തോന്നും. ഇത്രയും മനോരോഗങ്ങളാണ്. ഈ 8 മനോരോഗങ്ങൾ മനോരോഗം ഉണ്ടാകാൻ കാരണം 8 വിഷയങ്ങളാണ്. ഹിത്വാഗ്രഹം, വീടുപേക്ഷിച്ചിട്ട് സംസ്കൃതി ചക്രവാളം, സംസാരത്തിന്റെ ചക്രവാളമായ ഈ വീടുപേക്ഷിച്ചിട്ട് നരസിംഹപാദം ഭജത, നരസിംഹപാദത്തെ ഭജിക്കൂ. അക്കുതോ ഭയം, കൊല്ലത്തും ഭയം ഒന്നും ഭയം ഉണ്ടാവില്ല. അക്കുതോ ഭയം, കൊല്ലത്തൊന്നും ഭയമുണ്ടാകാത്ത
ഒരു ദിക്കിൽ നിന്ന് ഒരു ചെറിയ ഭയം പോലും വരില്ല ആരെ ഭജിച്ചാൽ നരസിംഹമൂർത്തിയെ. അതുകൊണ്ട് ഈ ചക്രവാളം മുഴുവനും എന്താണ് വീടിന്റെ ആസക്തി ഉണ്ടായിക്കൊണ്ടിരിക്കും. അത് നമ്മളെ പിന്തിരിപ്പിക്കാൻ പറ്റത്തില്ല. ഒന്ന് ചെയ്യണം, അങ്ങനെ വന്നാൽ അത് ഉപേക്ഷിച്ചിട്ട് നരസിംഹപാദത്തെ ഭജിച്ചോളൂ. ഒരിടത്തു നിന്നും ഭയം ഉണ്ടാവില്ല. തസ്മാദ്രജോരാഗ വിഷാദമന്യു മാനസ്പൃഹാഭയദൈന്യാധിമൂലം ഹിത്വാ ഗൃഹം സംസൃതി ചക്രവാളം നരസിംഹപാദം ഭജിതാകുതോ ഭയം. തസ്മാദ്രജോരാഗ വിഷാദമന്യു മാനസ്പൃഹാഭയ ദൈന്യാധിമൂലം ഹിത്വാ ഗൃഹം സംസൃതി ചക്രവാളം പാദം ഭജിതാകുതോ ഭയം. ഇത്രയുമാണ് ആ പരിവർഷത്തിലെ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞത്. നരസിംഹമൂർത്തിയെ കുറിച്ച് പറഞ്ഞ പോലെ ഇനിയും അടുത്ത വർഷത്തിലേക്ക് പോകും. അടുത്ത വർഷം കേതുമാലയെ ഭഗവാൻ കാമദേവ സ്വരൂപേണ ലക്ഷ്മ്യാഹ പ്രിയജുകർഷയാ പ്രജാപതേഹ ദുതॄണാം പുത്രാണാം തദ്വർഷപതീനാം പുരുഷായുഷാഹോരാത്മപരിസംഖ്യാനാനാം വ്യാസാം ഗർഭാഹ മഹാപുരുഷ മഹാസ്തേജസാം ഉദ്വേജിതവനസാം വിധ്വസ്ത യശവ സംവത്സരാന്തേ ഇതി പദ്ധതി. അടുത്ത കേതുമാല വർഷത്തിൽ കേതുമാലയേപ്പി അവിടെയും ഭഗവാൻ കാമദേവ സ്വരൂപേണ്. ഭഗവാൻ കാമദേവന്റെ സ്വരൂപത്തെ സ്വീകരിച്ചുകൊണ്ടാണ് കേതുമാലത്തിൽ ഇരിക്കുന്നത്. ലക്ഷ്മിയാഹ പ്രിയ ചികിത്സയ, ലക്ഷ്മിക്ക് ഇത് പ്രിയം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ പ്രജാപതേഹി ദുഹിതॄണാം പുത്രാണാം, പ്രജാപതിമാരുടെ ദുഹിതൃഗുണാം പുത്രികൾക്കും പുത്രാണാം പുത്രന്മാർക്കും പ്രിയ ചികിത്സയ പ്രിയം ചെയ്യണമെന്നുള്ള ആഗ്രഹത്തെ കൊണ്ടാണ് മന്മഥസ്വരൂപത്തോടുകൂടി അങ്ങിരിക്കുന്നത്. കേതുമാദേവി ഭഗവാൻ കാമദേവ സ്വരൂപേണ ലക്ഷ്മിയാഹ പ്രിയ ചികിത്സയ പ്രജാപതേഹ ദുഹിതॄണാം പുത്രാണാം തദ്വർഷപതീനാം, ആ കേതുമാല വർഷത്തിന്റെ പതികളുടെയും പുരുഷായുഷ അഹോരാത്ര പരിസംഖ്യാനാനാം, പുരുഷായുസ് കൊണ്ട് അഹോരാത്രങ്ങളായി എണ്ണപ്പെടുന്ന പുരുഷായുസ് കൊണ്ട് അഹോരാത്രങ്ങളുടെ സംഖ്യയോട് കൂടിയതാണ്. ഒരു പുരുഷായുസ് കൊണ്ട് അഹോരാത്രങ്ങളുടെ സംഖ്യയോട് കൂടിയ തദ്വർഷപതീന, ആ വർഷത്തിന്റെ അധിപതികളായ ഈ പുത്രികൾക്കും പുത്രന്മാർക്കും പ്രിയം ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് പുത്രാൻ തദ്വർഷപതീനാം പുരുഷായുഷ അഹോരാത്ര പരിസംഖ്യാനാം യാസാം ഗർഭം മഹാപുരുഷ മഹാസ്ത തേജസ ഉദ്വീജ മനസ വിധ്വസ്ത. അതുകൊണ്ട് കാമദേവ സ്വരൂപേണയാണ് ഭഗവാൻ അവിടെ ഇരിക്കുന്നത്. മഹാപുരുഷന്റെ മഹാസ്ത്ര തേജസ് കൊണ്ട് ഉദ്വേജിത മനസ, മഹാപുരുഷ മഹാസ്ത്ര തേജസ ഉദ്വേജിത മനസാം, മഹാപുരുഷന്റെ മഹാസ്ത്രമാകുന്ന കാലചക്രത്തിന്റെ തേജസ് കൊണ്ട്, മഹാപുരുഷന്റെ മഹാസ്ത്രമാകുന്ന തേജസ് കാലചക്രമാകുന്ന തേജസ് കൊണ്ട് ഉദ്വേജിത മനസാം, അതുകൊണ്ട് ഭയപ്പെട്ടിരിക്കുന്ന മനസ്സോടുകൂടിയ അവരുടെ ഗർഭങ്ങൾ വിധ്വസ്താഹ, അവരുടെ ഗർഭങ്ങൾ വിധ്വസ്തങ്ങളായിരിക്കുന്നു.
നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വ്യസവഹ, അസുക്കൾ ഇല്ലാത്തവരായി. വി അസവഹ വ്യസവഹ, പ്രാണൻ ഇല്ലാത്തവരായിട്ട് സംവത്സരാന്തേ വിനിപതതി, സംവത്സരത്തിന്റെ അന്തത്തില് പ്രാണഹീനരായിട്ട് താഴെ വീഴുന്നു. കേതുമാല വർഷത്തിലെ ലക്ഷ്മി ദേവിയുടെയും ആ വർഷപതിയുടെയും പ്രിയം ചെയ്യാൻ ആഗ്രഹിച്ച് പ്രദ്യുമ്നൻ എന്ന പേരോടുകൂടി കാമദേവന്റെ സ്വരൂപത്തോട് വസിക്കുന്നു. ഭഗവാന്റെ പുത്രന്റെ പേരാണത്. അത് കാമദേവന്റെ ചൈതന്യമാണ് എന്നാണ് പറയുക. അതുകൊണ്ടാണ് പ്രദ്യുമ്നൻ എന്ന പേരോടുകൂടിയാണ് ഈ കേതുമാല വർഷത്തിൽ ഭഗവാൻ വസിക്കുന്നത്. അത് ഭഗവത് പത്നിയായ ലക്ഷ്മി ദേവിയുടെയും ആ വർഷത്തിന്റെ അധിപന്റെയും ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ്. കേതുമാല വർഷത്തിന്റെ അധിപതികളായ പ്രജാപതിക്ക് സംവത്സരൻ എന്നാണ് പേര്. സംവത്സരം വർഷം എന്ന് മാത്രമല്ല, ഒരു വ്യക്തിയുടെ പേരാണ്. ലക്ഷ്മി ദേവിയുടെയും സംവത്സരന്റെയും ആഗ്രഹത്തെ സാധിക്കാനാണ് ഭഗവാൻ കേതുമാല വർഷത്തിൽ കാമദേവ സ്വരൂപനായ പ്രദ്യുമ്നായി അവതരിച്ച് അവിടെ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ കാലത്തിന്റെ അധിഷ്ഠാന ദേവതകൾ ഈ പ്രദ്യുമ്നൻ, അദ്ദേഹത്തിന് 360ഓളം പുത്രിമാരും പുത്രന്മാരും ഉണ്ട്. അതാണല്ലോ കാലവർഷത്തിന്റെ സ്വഭാവം. രാത്രികളാകുന്ന പുത്രിമാർ, പകലാകുന്ന പുത്രന്മാർ. അതാണ് പുത്രികളും പുത്രന്മാരും എന്ന് പറയാൻ കാരണം. പുത്രികൾ രാത്രികളാണ്, പുത്രന്മാർ പകലുകളുമാണ്. ഇങ്ങനെ 366ഓളം പുത്രന്മാർ ആ പ്രദ്യുമ്നനെ വാസിച്ചുകൊണ്ട് സംവത്സരന്റെ എന്ന പ്രജാപതിയുടെ പുത്രന്മാരായിട്ട് ഇപ്പോഴും ആ പ്രദ്യുമ്നെ സേവിച്ചുകൊണ്ട് അവിടെ കഴിയുന്നു. പക്ഷെ അവിടെ മഹാപുരുഷന്റെ മഹാസ്ത്രമാകുന്ന കാലചക്രത്തിന്റെ തേജസ് കൊണ്ട് അവരുടെയൊക്കെ ഗർഭങ്ങള് സംവത്സരത്തിന്റെ അവസാനത്തെ പ്രാണഹീനങ്ങളായിട്ട് പതിച്ചു പോകും. കാലം ആയുസ്സിനെ അപഹരിക്കുക തന്നെ ചെയ്യും. അത് എത്ര ഉപാസകനായിരുന്നാലും കാലം ആ ഗർഭത്തിലുള്ള ജീവനെയും മനുഷ്യരെയും സകല ജീവജാലങ്ങളെയും അപഹരിക്കുക തന്നെ ചെയ്യും. വ്യസവ, അസുഖമില്ലാത്തതായിട്ട് സംവത്സരാന്തേ വിനിപതതി, സംവത്സരാവസാനത്തിൽ അവർ പ്രാണഹീനരായിട്ട് പതിക്കുകയും ചെയ്യുന്നു. ഇതാണ് കേതുമാല വർഷത്തിന്റെ സ്വഭാവം. അവിടുത്തെ ദേവതകൾ, അവിടുത്തെ ഉപാസ്യ ദേവത, ഉപാസകന്മാരെ എന്താണ് അവിടുത്തെ സ്വഭാവവിശേഷം, ഇത്രയും അവിടെ വർണ്ണിച്ചു. കേതുമാലയെ ഭഗവാൻ കാമദേവ സ്വരൂപേണ ലക്ഷ്മിയാ പ്രിയ ചികിത്സയാ പ്രജാപതേ ദുഃഖിതॄണാം പുത്രാണാം തദ്വർഷവതീനാം പുരുഷായുഷാ ഹോരാത്രപരിസംഖ്യാനാനാം യാസാം ഗർഭാ മഹാപുരുഷ മഹാസ്തേജസാം ഉദ്വേഗമനസാം വിധ്വസ്താ വിഭവ സംവത്സരാന്തേ വിനിപതന്തി. കേതുമാലേ ഭഗവൻ കാമദേവ സ്വരൂപേണ ലക്ഷ്മിയാ പ്രിയ ചികിത്സയാം പ്രജാപതേ സുഖിതॄണാം പുത്രാണാം തദ്വർഷവതീനാം പുരുഷായുഷാ ഹോരാത്രപരിസംഖ്യാനാനാം യാസാം ഗർഭാ മഹാപുരുഷ മഹാസ്തേജസാം ഉദ്വേജിതമനസാം വിധ്വസ്താ വിഭവ സംവത്സരാന്തേ വിനിപതന്തി. സമയമായല്ലോ, നമുക്കവിടെ ഉപസംഹരിക്കാം. ഇനിയും ആ കാമദേവനെ സ്തുതിക്കുന്ന സ്തുതികളും കാമദേവന്റെ മഹത്വവും മന്ത്രവും എല്ലാം വിസ്തരിച്ച് ഉപാസിച്ചുകൊണ്ട്
ആ ഉപാസനയുടെ ഫലവും ലക്ഷ്യവും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ഉപസംഹരിച്ച് നമുക്ക് പുസ്തകമാക്കി വെക്കാം. ചെന്നൈ തോപ്പിക്കാൻ സാറേ നമ്മളിപ്പോ പറഞ്ഞു ഭാരതഭൂമി അല്ലാത്ത ഇതര സ്ഥലങ്ങളിലെ ആരാധനകളല്ലേ ഈ ഭഗവാനെ ഇങ്ങനെ ഇങ്ങനെ ആരാധിക്കുന്നു എന്നുള്ളതല്ലേ പറഞ്ഞു പോകുന്നത്. അത് തന്നെയാ പറഞ്ഞത്. ലോകം മുഴുവനും 9 വർഷമായിട്ട് തിരിച്ചിട്ട് ഓരോ വർഷത്തിൽ ഓരോരുത്തരുണ്ടെന്നാണ് പറഞ്ഞിട്ടുണ്ടെന്നേ. ഭാരതത്തെ മാത്രമല്ല. കേതുമാലം ഭദ്രാശ്രം എന്നൊക്കെ പറഞ്ഞ നമ്മളിപ്പോ നേപ്പാൾ എന്നൊക്കെ അതെ പറയുന്ന സ്ഥലങ്ങൾ. അതെ അതെ. പിന്നീട് അത് ചുരുങ്ങി അവസാനം ഭാരതത്തിൽ മാത്രമായി തീർന്നു. എന്താ സാറേ? പിന്നീട് അത് ചുരുങ്ങി ഭാരതത്തിൽ മാത്രമായി തീർന്നു. ശരിക്കും ഇപ്പൊ യുദ്ധം നടക്കുന്ന ഇറാനൊക്കെ നമ്മുടെ ആര്യാവർത്തത്തിലെ ലോകം മുഴുവനുമായിരുന്നു. ലോകം മുഴുവനും ഒന്നായിരുന്നു. അതുകൊണ്ടാണ് സുമേധ പർവ്വതത്തിന്റെ എന്നുള്ള സങ്കല്പം വന്നപ്പോ എന്നെ ചുറ്റുമുള്ള പർവ്വതനിരകളിൽ കൂടിയാണ് 9 വർഷങ്ങളായിട്ട് എന്നെ പകുത്ത്. അതെ, അങ്ങനെ അവതരിപ്പിച്ച കൊണ്ടാണ്. അവിടെ എല്ലാം ഈ ദേവതകളുടെ സാന്നിധ്യം ഒരു കാലഘട്ടത്തിൽ കുറെ കാലം ഉണ്ടായിരുന്നതാണ്. ദുഷ്ടശക്തികളുടെ ആധിക്യം കൊണ്ട് അവിടുന്നെല്ലാം ആ ചൈതന്യം പതുക്കെ പതുക്കെ ഉപസംഹരിച്ച് എല്ലാം കൂടി ഭാരതത്തിലേക്ക് കൊണ്ടുകൂടിയിരിക്കുകയാണ്. മാത്രമല്ല മറ്റ് ആരാധനാക്രമങ്ങളൊക്കെ വന്നിട്ട് 2000-3000 വർഷത്തിൽ താഴെയല്ലേ അത്രയുള്ള അവിടൊക്കെ അനുഭവം അല്ല. എന്നാലും മറ്റ് ആരാധനാക്രമങ്ങളൊക്കെ ശരിക്കും ലോകത്തിൽ തന്നെ ഉണ്ടായിട്ട് ഒരു 3000 വർഷത്തിലൊക്കെ താഴെയല്ലേ ആയുള്ളൂ. അതെ. സംസാരിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി.